സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യം കാസർഗോഡ് നിന്നും മഹാരാഷ്ട്ര ഒക്കെ കറങ്ങാനായിരുന്നു പ്ലാൻ ഇട്ടത്. പക്ഷെ ചില സാഹചര്യം കാരണം നമ്മൾ ആ പ്ലാനൊക്കെ മാറ്റി വെച്ചിട്ട് നേരെ ഗോവയിൽ നിന്ന് ഡയറക്റ്റ് വാസ്കോഡ ഗാമ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ അടുത്ത യാത്ര ആരംഭിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ വാസ്കോഡ ഗാമ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. അപ്പോൾ നമുക്ക് പോകാനുള്ള ലോക്കോ ആണ് ഈ ബാക്കിൽ കാണുന്നത്. WD-40 ആണ്. ഇതാണ് നമ്മുടെ ഷാലിമാർ വരെ എത്തിക്കുന്ന വണ്ടിയാണ്. ഇത് ബംഗാളികളുടെ സ്പെഷ്യൽ വണ്ടി എന്നൊക്കെ പറയപ്പെടാറുണ്ട്. നമുക്ക് ദൂർസാഗർ പോകാൻ പറ്റിയ വണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിനി ഈ പോകുന്ന യാത്രയുടെ വിശേഷങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ശ്രീലങ്കയിൽ അറിയപ്പെട്ടൊരു റൂട്ടുണ്ട്, അഥവാ കടലിന്റെ സൈഡ് കൂടി ട്രെയിനിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു യാത്ര. അതുപോലത്തെ ചെറിയൊരു ഭാഗം നമുക്ക് ഈ റൂട്ടിലും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ചരക്കുകളുടെ ഒരു പ്രധാനപ്പെട്ട ഏരിയയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിന്റെ വിശേഷങ്ങളൊക്കെ വൈകി കാണാം. രാവിലെ 6 മണിയായപ്പോൾ നമ്മുടെ ട്രെയിൻ വാസ്കോഡ ഗാമ റെയിൽവേ സ്റ്റേഷനിൽ പുറപ്പെടുന്നത് 6:30 അപ്പം നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം. അതുപോലെ തന്നെ പറയാനുള്ളത്, നമ്മുടെ മുതലുള്ള വീഡിയോ ഒക്കെ ഇനി 15 മിനിറ്റ് വരെ മാത്രമാക്കി ചുരുക്കിയിരിക്കുകയാണ്. കാരണം നമ്മുടെ യൂട്യൂബിന്റെ അൽഗോരിതം പ്രകാരം ഒരു 30 മിനിറ്റുള്ള വീഡിയോ 1.5 മിനിറ്റ് കാണുന്നതും, അപ്പോ നമ്മുടെ വീഡിയോയുടെ 5% മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ 15 മിനിറ്റുള്ള വീഡിയോ 1.5 മിനിറ്റ് കാണുമ്പോൾ അത് നമ്മുടെ വീഡിയോയുടെ 10% കാണുന്നുണ്ട്. ആ സമയത്ത് യൂട്യൂബിന്റെ പ്രൊമോഷൻ അഥവാ യൂട്യൂബ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് വളരെയധികം കൂട്ടുകയാണ്. അത് ആ ഇത് കിട്ടണമെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഈ ഒരു എപ്പിസോഡിലുള്ള എല്ലാ വീഡിയോകളും 15 മിനിറ്റ് ഇതിനുള്ളിൽ അവസാനിപ്പിക്കാൻ ശ്രമിക്കും. കൃത്യം 6:29 ആകുമ്പോൾ തന്നെ നമുക്ക് സിഗ്നൽ ഇട്ടിരിക്കുകയാണ്. ആയിരിക്കുന്നു. ലോക്കോ പൈലറ്റ് കൃത്യം 6:30 വാസ്കോഡ ഗാമ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മുടെ വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. നല്ല ഹമ്മിങ്ങും അഥവാ എഞ്ചിൻ സൗണ്ടും കേട്ടിട്ട് പോകാൻ പറ്റിയ റൂട്ട്. വാസ്കോഡ ഗാമ പിടിക്കണം.
ഈ കാണുന്നതാണ് ഇന്റർനാഷണൽ എയർപോർട്ട് ഗോവ. അതിന്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ എയർപോർട്ടിന്റെ ഭാഗങ്ങളാണ്. രണ്ടാമത്തെ പാതക്കുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലത്തും ഇതാണ് ഞാൻ പറഞ്ഞ കടലിനോട് ഏറ്റവും അടുത്ത് ചേർന്നിരിക്കുന്ന സ്ഥലം. അത് നേരെ താഴെ കാണുന്ന ഇത് കടലാണ്. നമ്മൾ അതിന്റെ സൈഡിൽ കൂടി ഞാൻ സഞ്ചരിച്ചു. വിശാലമായ കടലാണ് കാണുന്നത്. നേരെ താഴെ ഇത്രയും അടുത്തായിട്ട് ട്രെയിനിലൂടെ സഞ്ചരിക്കാൻ പറ്റിയ റൂട്ട് കേരളത്തിൽ വേറെ ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് ക്രോസിംഗ് ആണെന്ന് തോന്നുന്നു. ഹസ്രത്ത് നിസാമുദ്ദീൻ വാസ്കോഡ ഗാമ ഗോവ എക്സ്പ്രസുമായിട്ട് ക്രോസിംഗ് ആണെന്ന് തോന്നുന്നു. ഇത്രയും വിശാലമായ കടലിന്റെ സൈഡ് കൂടി റെയിൽപാത, അത്രയും മനോഹരമായിട്ടുള്ള റൂട്ട്. സംഘവാൽ എന്ന് പറയുന്ന സ്റ്റേഷനാണ് ഈ കാണുന്നത്. സംഘവാൽ തന്നെയാണ് വായിക്കുന്നതെന്ന് തോന്നുന്നു. അതെ, ഹിന്ദിയിലും അങ്ങനെ തന്നെയാണ് ഇത്. ആറ് 46. കടലിൽ തിരമാല അടിക്കുന്നത്. ക്ലോസിംഗിലാ തോന്നുന്നു, കാരണം എല്ലാം സ്കിപ്പ് അടിക്കുന്നുണ്ട്. സംഘവാദ കാണുന്നുണ്ടോ അറിയില്ല, തിരമാലൊക്കെ അടിക്കുന്നുണ്ട്. അത്രയും സുന്ദരമായ റൂട്ട്, കുറച്ചുപാടും പാടവുമില്ലാതെ നമ്മുടെ ട്രെയിനിലൂടെ നിർത്തിയിട്ടുണ്ട്. നമുക്കാണ് ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഡീസൽ ലോക്കോയിലെ ഏറ്റവും കൂടുതൽ പവറുള്ള ലോക്കോമോട്ടീവാണ് ഇപ്പോൾ കടന്നു വരുന്നത്. അതും ഗുഡ്സുമായിട്ട്. WDG6 69-171 രണ്ടെണ്ണുണ്ട്. നമ്മൾ പോകുന്ന വാസ്കോഡ ഗാമ ലോണ്ട ജംഗ്ഷൻ, ഈ റൂട്ട് എന്ന് പറയുമ്പോൾ ഫ്ലൈറ്റുകളുടെ അഥവാ ചരക്ക് ഗതാഗതത്തിന്റെ ഏറ്റവും വലിയ ട്രിപ്പ് നടക്കുന്ന റൂട്ടാണ് ഈ കാണുന്ന വാസ്കോഡ ഗാമ ലോണ്ട ജംഗ്ഷൻ റൂട്ട്. അതിൽ വാസ്കോഡ ഗാമയിൽ നിന്ന് മഡ്ഗോൺ അഥവാ ഗോവ വരെ ഇലക്ട്രിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിലും മഡ്ഗോണിൽ നിന്നും ലോണ്ട വരെയുള്ള സെക്ഷൻ ഇതുവരെ ഇലക്ട്രിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും അതിലൂടെ ഡീസൽ ട്രെയിനുകൾ മാത്രമേ ഓടുന്നുള്ളൂ. ആ ട്രെയിൻ പോയതോടുകൂടെ നമ്മൾ ട്രെയിന് സിഗ്നലിട്ടിരിക്കുകയാണ്. പറഞ്ഞു വന്നത് അതിലൂടെ ഡീസൽ ലോക്കൽ മാത്രമേ ഉള്ള ട്രെയിനുകൾ മാത്രമേ പോവുകയുള്ളൂ. വൈകാതെ തന്നെ അതിലൂടെ ഇലക്ട്രിക് ട്രെയിനുകൾ
ഓടി തുടങ്ങും എന്ന് ഉറപ്പാണ്. കാരണം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ വിശേഷങ്ങൾ നമുക്ക് കാണാം. നമ്മുടെ കടൽ ഏറ്റവും അടുത്തിരിക്കുകയാണ്. WDP4D വാസ്കോ ഹസ്രത്ത് നിസാമുദ്ദീൻ ഗോവ എക്സ്പ്രസ് അഥവാ തലസ്ഥാന നഗരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ സ്റ്റേറ്റിന്റെ എക്സ്പ്രസ്സുകൾക്കാണ് എക്സ്പ്രസ് ഉണ്ട്. അതാണ് അതിലുള്ള ഗോവയിലുള്ള ഗോവ സ്റ്റേഷനുമായി തലസ്ഥാന നഗരിയെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രെയിനാണ് വാസ്കോ ഡ ഗാമ ഗോവ എക്സ്പ്രസ്. ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനാണ്. അതായത് നമ്മൾ മഡ്ഗോൺ ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വെറും 19 മിനിറ്റ് മാത്രമേ ഡിലേ ഉള്ളൂ. അതൊന്നും ഒരു വലിയ ഡിലേ അല്ല. മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം 3-ലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ബൊക്കയിലേക്ക് കയറാനുള്ളതിൻ്റെ തിരക്കാണ്. ട്രെയിൻ 27 മിനിറ്റ് ഡിലേ ആയിട്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെ ഐ ലവ് ഗോവ എന്നുള്ള ബോർഡൊക്കെ കാണാം. അങ്ങനെ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3-ാം പ്ലാറ്റ്ഫോമിൽ ഡിപ്പാർട്ട് ചെയ്തിരിക്കുകയാണ്. മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷൻ യാർഡ് അഥവാ വണ്ടികളൊക്കെ ക്ലീൻ ചെയ്യുന്ന സ്ഥലം. മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷനാണ് കാരണം ഇവിടെ നിന്ന് മംഗലാപുരത്തേക്കും അതുപോലെ തന്നെ മുംബൈയിലേക്കും മറ്റൊരു റൂട്ട് നമ്മൾ പോകുന്ന ദൂസാഗർ അടുത്തുള്ള ലോണ്ട ജംഗ്ഷൻ റൂട്ട്. അങ്ങനെ 3 റൂട്ടുകൾ ഇവിടെ നിന്ന് പോകുന്നത് കൊണ്ടാണ് മഡ്ഗോൺ ജംഗ്ഷനായി മാറി. കൊങ്കൺ കന്യ മണ്ടോവി എക്സ്പ്രസ് രണ്ടിന്റെയും ബൈക്കാണ് കാണുന്നത്. എന്താ നമ്മള് വാസ്കോ ഡ ഗാമയിൽ നിന്ന് പുറപ്പെട്ട വണ്ടി ഇപ്പോൾ നേരെ കാസൽ ക്ലോക്ക് അഥവാ ദൂസാഗർ വഴിയുള്ള റൂട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതാണ് മണ്ടോവി എക്സ്പ്രസ് കൊങ്കൺ കന്യ. അതുപോലെ തന്നെ ഇന്നലെ വന്ന ഹാപ്പ മഡ്ഗോൺ എക്സ്പ്രസിന്റെ ഒക്കെ റീക്കോഡ് കാണാം. അതുപോലെ തന്നെ മഡ്ഗോൺ കർവാർ DME ആണ് അവിടെ കാണുന്നത്. ആ കാണുന്നത് ഏറ്റവും ലക്ഷറി ട്രെയിനായ ഭാരത് ഗൗരവ് ട്രെയിനാണ്. നമ്മുടെ ഈ ഡെമോ പറ്റിച്ചിരിക്കുന്നു. ഡെമോ കാരണം അവിടെ കാണുന്നില്ല. ലക്ഷറി ട്രെയിൻ അഥവാ അതിൽ ഒരു ദിവസം ഒരു യാത്ര പോകണമെങ്കിൽ തന്നെ ലക്ഷങ്ങളാണ് ചെലവ് വരുന്നത്. കർണാടക ഭാരത് ഗൗരവ് ട്രെയിൻ. ആ റൂട്ട് നേരെ മംഗലാപുരം റൂട്ടിലേക്കാണ്. നേരെ ഈ പോകുന്ന റൂട്ട് നേരെ മോണ്ട ജംഗ്ഷൻ.
ഇതാ നമ്മുടെ ട്രെയിന് സാവന്തവാടി ചർച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വാസ്കോഡ ഗാമയിൽ നിന്നും വേളാങ്കണ്ണിയിലേക്ക് പോകുന്ന എക്സ്പ്രസിന്റെ റേറ്റാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. MT റേറ്റ്. ഇത് കലയം സ്റ്റേഷനിലാണ് ഈ കാഴ്ച കണ്ടത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയ സ്ഥിതിക്ക് നമ്മൾ ഈ വാസ്കോ ലോണ്ട ജംഗ്ഷൻ പാർട്ട് 1 ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി അതിൻ്റെ പാർട്ട് 2 ആയിട്ട് അടുത്ത വീഡിയോയിൽ അതിലായിരിക്കും റിസർ വാട്ടർഫാൾസിൻ്റെ കാഴ്ചകളും ഒക്കെ കാണുന്നത്. ആ വീഡിയോ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കണൊക്കെ അമർത്തുക. നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.